അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബജാജ് ഡിസ്കവർ ബൈക്കിൻ്റെ കാർബറേറ്റർ ക്ലീനിങ് ആണ്. അപ്പോൾ ഭയങ്കര മൈലേജ് കമ്മിയും മിസ്സിംഗ് ഒക്കെയാണ് വണ്ടി. അപ്പോൾ അതാണ് അഴിക്കാൻ കാരണം. അതിന് വേണ്ട ടൂൾസ് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഒരു 8 റിങ്, അതൊക്കെയാണ് ആവശ്യം. അപ്പോൾ കാർബറേറ്റർ ഹെഡിലേക്ക് പോകുന്ന ഭാഗത്ത് നിന്നും 8ൻ്റെ 2 ബോൾട്ട് വരും. അപ്പോൾ ഒന്ന് അഴിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ അഴിച്ചെടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ഇടത് ഭാഗത്ത് ഒരു 8ൻ്റെ ബോൾട്ട് കൂടിയും വരും. അതുകൂടി ഒന്ന് അഴിച്ചെടുക്കുക. ഇനി എയർ ഹൗസിലേക്ക് പോകുന്ന ഭാഗത്തെ സ്റ്റാറിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കുക. ക്ലാമ്പായിരിക്കും, കുറച്ച് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ സൂക്ഷിച്ച് അഴിച്ചെടുക്കുക. ത്രെഡ് പോകാതെ അഴിച്ചെടുക്കണം. കാർബറേറ്ററിൽ നിന്ന് എയർ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കിങ് വരും, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഒന്ന് അഴിച്ചെടുക്കുക. പുറത്തേക്ക് പതുക്കെ ഒന്ന് എടുത്താൽ മതി. പിന്നെ അതിൽ 2 ഓയിൽ റിങ് വരും, അത് പൊട്ടാതെ നോക്കണം. ഇതാണ് ആ സാധനം, ഇതാണ് ഓയിൽ റിങ് എന്ന് പറഞ്ഞത്. അത് പൊട്ടാതെ നോക്കണത്. അഴിച്ചെടുക്കുന്ന സമയത്ത് പെട്രോൾ പുറത്തു പോകും. അപ്പോൾ ഗേജ് ഒന്ന് ഓഫ് ചെയ്യുക പെട്രോളിൻ്റെ. അതിനുശേഷം പെട്രോളിൻ്റെ ട്യൂബ് ഇളക്കിയെടുക്കുക. അപ്പോൾ സ്ക്രൂവും ബോൾട്ടൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ കാർബറേറ്ററിനെ ഒന്ന് പുറത്തേക്ക് എടുക്കുക. ഈ 2 ക്ലിപ്പ് വരും, അതൊന്ന് അഴിച്ചെടുക്കുക. ഇത് ഓട്ടോമാറ്റിക് ചോക്കാണ്. മറ്റുള്ള വണ്ടി പോലെ ചോക്ക് ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക് ചോക്ക് വരും ഈ വണ്ടിക്ക്. ഇതാണ് ആക്സിലേറ്റർ കേബിളിൻ്റെ സ്ലൈഡർ പിസ്റ്റന്. അപ്പോൾ ഇതൊന്ന് അഴിച്ചെടുക്കുക. ഇതാണ് പിസ്റ്റൻ വരിക. കറക്റ്റായി നോക്ക് എങ്ങനെ അഴിച്ചെടുത്ത് ഏത് ഭാഗത്താണെന്ന്. ശേഷം ചളിയും മണ്ണും തട്ടാത്ത ഭാഗത്തൊന്ന് മാറ്റി വെക്കുക. ഇനി ഓവർഫുൾ ട്യൂബൊക്കെ ഒന്ന് വലിച്ചെടുക്കുക. ശേഷം ആ വഴിക്ക് തന്നെ പെട്രോൾ കാർബറേറ്ററിൻ്റെ ഉള്ളിലുള്ള പെട്രോളൊക്കെ ഒന്ന് ആ വഴിക്ക് തന്നെ ഒന്ന് ചരിച്ചു കൊടുത്താൽ എല്ലാം പുറത്തേക്ക് വരുന്നതാണ്. പെട്രോൾ മുഴുവനായിട്ട് പുറത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ അഴിച്ചെടുക്കുക കപ്പിൻ്റെ. വലിയ ചളിയൊന്നും കാണാനില്ല, അടിയിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ. അപ്പോൾ നിങ്ങൾ അഴിച്ചെടുക്കുമ്പോഴും ഇങ്ങനെ ചിലപ്പോൾ നല്ല പൊടിയും ചളിയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അധികമൊന്നും ഉണ്ടാവില്ല. കൂടുതലും ജെറ്റുകളിലാണ് അടഞ്ഞു നിൽക്കുക, പെട്രോൾ സപ്ലൈ വരുന്ന അവിടെ. അപ്പോൾ ഇതാണ് ഫ്ലോട്ട്. അപ്പോൾ അതൊന്ന് പതുക്കെ അഴിച്ചെടുക്കണം. ഒരുപാട് ബലം കൊടുക്കരുത്, ചെറിയ ബലം കമ്മിയുള്ള സാധനങ്ങളാണ്. ഇതാണ് പെട്രോൾ ഓവർഫുൾ ആകാതിരിക്കാനുള്ള സാധനം. ഇത് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് പെട്രോൾ ഓവർഫുൾ ആകുന്നത്. ഇതാണ് മെയിൻ ജെറ്റ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പൈലറ്റ് ജെറ്റ്. പിന്നെ ഇതാണ് ഓട്ടോമാറ്റിക് ചോക്ക്, അതിൻ്റെ കണക്ഷനാണത്. അപ്പോൾ ഇനി ജെറ്റുകൾ അഴിച്ചെടുക്കുക. പിന്നെ അഴിച്ചെടുക്കുമ്പോൾ വലിയ ബലം കൊടുക്കരുത്, നല്ല ബലം കമ്മിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ പറ്റുന്നതും അധികം ബലം കൊടുക്കാതെ അഴിച്ചെടുക്കണം.
അപ്പോൾ ജെറ്റുകളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ പെട്രോളും യൂസ് ചെയ്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ഈ നോബ് ഒരിക്കലും പൊട്ടരുത്, കാരണം പെട്രോൾ ലീക്ക് വരും. നല്ല ചളിയുണ്ട് അടിയിൽ, കപ്പിൻ്റെ അടിയിൽ. അപ്പോൾ നല്ലപോലെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇനി ഓവർഫുള്ള് ഭാഗത്തെ ആ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും ചളി, ആ ഭാഗം നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇത് സ്ക്രൂവിൽ വരുന്നൊരു ഓയിൽ റിങ്ങാണ്, മിസ്സാകാതെ നോക്കണം. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക. അപ്പോൾ ഇനി അടുത്തത് ജെറ്റുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ചെറിയ വയറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇലക്ട്രിക് ലൈൻ യൂസ് ചെയ്യണ വയർ വെച്ച് യൂസ് ചെയ്ത് ഒരു ഗേജ് മാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഫുള്ളായി ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. അപ്പോൾ പൊടിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് പോയിക്കോളും. എന്നിട്ടൊന്ന് ഊതി കൊടുക്കണം. ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയ ചെറിയ ഹോളുകളുണ്ടാവും, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി മെയിൻ ജെറ്റ് എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതിൽ പിന്നെ സുഖമായി കയറിപ്പോവും, കുറച്ച് വലിയ ഹോളാണ് മെയിൻ ജെറ്റിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി ജെറ്റൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഫുള്ളായി അതുപോലെ പെട്രോൾ ഇട്ട് യൂസ് ചെയ്ത് നല്ലപോലെ ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എയർ സപ്ലൈ ആകുന്ന ഹോളുകളാണ്. ഇതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. പറ്റുകയാണെങ്കിൽ പമ്പ്, സൈക്കിൾ പമ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് എയർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. പെട്രോളാണ്, വേപ്പറായി പോകും പെട്ടെന്ന്, എന്നാലൊന്ന് തുടച്ചു കൊടുക്കുക. ഇനി ജെറ്റുകളൊക്കെ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം പൈലറ്റ് ജെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, കുറച്ച് ടൈറ്റ് ചെയ്താൽ മതി. ഇനി മെയിൻ ജെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലോട്ട് ജെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലോട്ട് ജെറ്റും അപ്പോൾ നല്ലൊന്ന് തുടച്ചെടുക്കണം. അതിൻ്റെ തലത്തിലുള്ള റബ്ബറൊന്ന് നല്ലപോലെ തുടച്ചെടുക്കുക. ചെറിയ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിലും പെട്രോൾ ഓവർഫ്ലോ ആകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കറക്റ്റായി വെച്ച് തിരിച്ച് നമുക്ക് അതിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി പിന്നിട്ട് കൊടുക്കുക. അതിൻ്റെ
കാർബറേറ്ററിൻ്റെ കപ്പൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലും ഒരു ഓയിൽ റിങ് ഉണ്ടാവും, അതൊക്കെ ചെക്ക് ചെയ്ത് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. കറക്റ്റ് ഹോളിലേക്ക് വെച്ചിട്ട് 2 സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കാർബറേറ്റർ കപ്പിന് അടിയിലെ ഓവർഫുൾ ഭാഗത്തുള്ള സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാർബറേറ്റർ നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ. അതിൻ്റെ അപ്പുറത്തുള്ളത് എയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ക്രൂ. വണ്ടിയിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഇനി ആക്സിലേറ്റർ കേബിളിൻ്റെ സ്ലൈഡർ പിസ്റ്റനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ തുടച്ചിട്ട്, പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അഴിച്ചെടുത്ത 2 കണക്ഷന് തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാ വണ്ടിക്കും ഉണ്ടാവില്ല, ചില വണ്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകദേശം എല്ലാ വണ്ടിക്കും ഇതേപോലെ തന്നെ കാർബറേറ്റർ ഉണ്ടാകുക. ചില വണ്ടിക്ക് ഓട്ടോമാറ്റിക് ചോക്ക് വരും, പിന്നെ കൂടുതൽ വണ്ടിക്കും വരില്ല ഓട്ടോമാറ്റിക് ചോക്ക്. അത് സ്കൂട്ടി, പെപ്പ്, ഡിസ്കവർ അങ്ങനെയുള്ള വണ്ടികൾക്ക് മാത്രമേ ഓട്ടോമാറ്റിക് ചോക്ക് വരുള്ളൂ. ഇപ്പോൾ ഇഞ്ചക്ടർ വണ്ടിക്ക് പിന്നെ കാർബറേറ്റർ ഇല്ലല്ലോ. ഇനി എയറോസ് ഒക്കെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് പൊസിഷൻ കറക്റ്റായി നോക്കണം, മേലക്കാണോ അടിയിലാണോ നോക്കണം. ഇനി ബോൾട്ട് ഇട്ട് ടൈറ്റാക്കി കൊടുക്കുക. 2 സൈഡും ബോൾട്ട് വെച്ചതിന് ശേഷം ടൈറ്റ് ആക്കുക. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെട്രോൾ ട്യൂബ് ഇട്ട് കൊടുക്കുക, പെട്രോൾ ഓണാക്കി കൊടുക്കുക. അപ്പോൾ വണ്ടിയുടെ കാർബറേറ്റർ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ്.